ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. KFCയിലൊക്കെ പോയി കഴിക്കുന്ന പോലെ അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ഒന്നുകിൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും തണുത്ത പാൽ യൂസ് ചെയ്യരുത്. ചെറിയ ചൂടുള്ള പാലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കെടലായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കെടലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതില്ലെങ്കിൽ 1 ടീസ്പൂൺ പൊടിക്കാത്ത ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ മിക്സിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ പാലിലേക്ക് വിനേഗർ ചേർത്തിട്ട് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയതിന് പകരം നിങ്ങൾ ആ തൈര് യൂസ് ചെയ്താൽ മതി. അതാകും ഒന്നും കൂടി നല്ലത്. ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാനിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഒരു കത്തി വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇനി ആ ചിക്കൻ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ തൈരിൻ്റെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് മിനിമം ഒരു 4 മണിക്കൂർ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. മിനിമം ആണ് 4 മണിക്കൂർ. നിങ്ങൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. 2 മണിക്കൂറിന് ശേഷം ഒന്നും ഇത് ഫ്രൈ ചെയ്യരുത്. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം. അപ്പോൾ ഞാൻ ഒരല്പം കുഴിയുള്ള ബൗളിലേക്ക് വെക്കുകയാണ്. ഇത് കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ. 4 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കണം. മൈദ തന്നെ യൂസ് ചെയ്യണം. ഗോതമ്പ് പൊടിയൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ മിൽക്കിൽ ഞാൻ പൊടിക്കാത്ത ജീരകം ചേർക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ പൊടിക്കാത്ത ജീരകം ചേർക്കരുത്. പൊടിച്ച ജീരകം തന്നെ ചേർക്കണം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അവസാനമായി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കൻ ഡിപ്പ് ചെയ്ത് വെച്ചതിലും അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്യണം. ഓവറായിട്ട് ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മുടെ ചിക്കൻ ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു വലിയ പാത്രത്തിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ചിക്കൻ പീസും എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മൈദൻ്റെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും അത് നമ്മൾ തയ്യാറാക്കി വെച്ച ആ മസാലേൻ്റെ മിക്സിയിലേക്ക് ഒന്നും കൂടി ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ 2 തവണ കോട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ലെയർ വേണം നമുക്ക് പുറമേ കിട്ടാനായിട്ട്. അപ്പോൾ അതൊരു തവണ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ടൈം നമുക്ക് ഒന്നും കൂടി ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മുടെ മൈദൻ്റെ മിക്സിലേക്ക് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിലുള്ള പുറമേയുള്ള ആ പൊടിയൊക്കെ നന്നായിട്ട് അങ്ങ് പോകണം. ഇപ്പോൾ ഫസ്റ്റ് ചിക്കൻ പീസ് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പക്ക ആ KFCന്ന് കഴിക്കുന്ന പക്ക ടെക്സ്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. പക്ഷേ ഇപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ചേർക്കാതെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്തെടുക്കാഞ്ഞത്. പിന്നെ നിങ്ങളൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് കാര്യം മറക്കരുത്. ഇത് കോട്ടയിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിലുള്ള എക്സസ് ആയിട്ട് നിൽക്കുന്ന പൊടിയൊക്കെ അങ്ങ് പോവാനായിട്ടാണ്. അപ്പോൾ ഈ കോട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഞാനിവിടെ പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നല്ല ഓയിലിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു കാര്യം, ഓയിലിൻ്റെ ടെമ്പറേച്ചർ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനിത് ചൂടാക്കിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടി തട്ടിയെടുക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു ബജിയൊക്കെ പോലെ ആ ചിക്കന് മൊത്തം ഇങ്ങനെ ചുറ്റി പറ്റി പിടിച്ച് കിടക്കും ആ മാവ്. അപ്പോൾ കാണാനായിട്ടും കഴിക്കാനായിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ അത്ര ടൈമൊന്നും വേണ്ട. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ നമുക്കിത് അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്